ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലുടനീളം ഭൂട്ടാനിൽ നിന്നും കൊണ്ടുവന്ന വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ പൃഥ്വിരാജും അതേപോലെ ദുൽഖറിൻ്റെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. അതിനുശേഷം പറയുന്നു കസ്റ്റംസിൻ്റെ ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥൻ കേരള ഡിവിഷൻ, അതിൻ്റെ ഹെഡ് വന്ന് വൈകുന്നേരം 6 മണിക്ക് പത്രസമ്മേളനം വിളിക്കുന്നു. അദ്ദേഹം ഒരു സീനിയർ ഓഫീസറാണ്, സീനിയർ IRS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊക്കെ പറഞ്ഞു കാണും, വീട്ടുകാരോട് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു കാണും. അദ്ദേഹം 6 മണിക്ക് പത്രസമ്മേളനം അതായത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു പൂളുണ്ടല്ലോ, ഭരചന്ദ്രൻ IPS ആണെന്നും പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നത്, അതേപോലെ ഹാഫ് കോട്ടൊക്കെ ഇട്ട് പറഞ്ഞ് ഈ ഓണസ്റ്റ് ഓഫീസർ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, പത്രസമ്മേളനത്തിൽ വരുന്നു. കാര്യങ്ങൾ മാസീവായിട്ട് ഭയങ്കര സംഭവമായിട്ട് സിനിമകൾ കാണുമ്പോൾ സൂപ്പർ ഡൂപ്പർ സ്റ്റാർ ആയിട്ട് അവതരിപ്പിക്കുന്നു. ഈ പറയുന്ന നടന്മാർ മുഴുവനും വില്ലന്മാരായി. നിങ്ങൾ കണ്ടു കാണാം ആ വീഡിയോ. ഇടയ്ക്ക് വെച്ച് ഫോൺ വരുന്ന അദ്ദേഹത്തിന് സീനിയർ ഓഫീസറായിരിക്കും, വളരെ സീനിയർ ഓഫീസറായിരിക്കും. പെട്ടെന്ന് സാർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറുന്നു. പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ടക്ക് നിന്നു. എന്തായിരിക്കും കാരണം? പല കാരണങ്ങളും, പലതും ഊഹാപോഹം എല്ലാം ഉണ്ടാകും. പക്ഷെ ഈ ഒരു സീനിയർ ഓഫീസർ അദ്ദേഹം സ്വയമേ ആലോചിക്കണം, ഇനി ആ ജോലി ചെയ്യണം, അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോയിക്കോണം, VRS എടുത്ത് പോകണം. കാരണം നിങ്ങൾ ഒരു ജനതയുടെ മുമ്പിലാണ് അവഹേളനം സഹിച്ചത്. നിങ്ങളുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും നിങ്ങളുടെ അച്ഛനമ്മമാർ അവരൊക്കെ ഇത് കണ്ടിട്ട് എന്തുവാണ് നിങ്ങളെപ്പറ്റി ധരിക്കുന്നത്? അതായത് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത മനുഷ്യനല്ലേ നിങ്ങൾ. ഏത് പൊങ്ങിയവനാണെങ്കിലും മന്ത്രി വിളിച്ചെന്ന് പറഞ്ഞാലും അത് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഒരു ഓണസ്റ്റ് ഓഫീസർ ചെയ്യേണ്ടത്. എന്ത് പുല്ല് സംഭവിച്ചാലും അത് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ പൊടുന്നതിന് സ്വിച്ചിട്ട ബട്ടൺ പോലെ എല്ലാം നിർത്തി, എന്നിട്ടൊരു കോപ്പിലെ ചിരിയും പാസ്സാക്കി. നിങ്ങൾ ആ പോസ്റ്റിലിരിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോകണം. ഇനി നമ്മൾ കടക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭീകരപ്രവർത്തനം, ഡ്രഗ്, ഇന്റർനാഷണൽ ടെറർ, ഇതെല്ലാം പറഞ്ഞ ആളാ പെട്ടെന്ന് അങ്ങ് നിന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? മോദി ഗവൺമെന്റിനകത്തും ഫിനാൻസ് മിനിസ്റ്ററിക്കകത്തും ഈ സംഭവം ഈ കറപ്റ്റഡായിട്ടുള്ള ആൾക്കാര് ഗ്രിപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും മാത്രം ഓഫീസേഴ്സിനെ, എംപ്ലോയീസിനെ ഡിപ്ലോയ് ചെയ്തിട്ട് കേരളം മുഴുവൻ റെയ്ഡ് ചെയ്തിട്ട് അത് പത്രക്കാരോട് പറയാൻ വേണ്ടി വന്ന ഒരു ഓഫീസറെ, സ്വിച്ചിട്ട പോലെ നിർത്താൻ പ്രാപ്തിയുള്ള ഒരു ഓഫീസറ്, അയാൾക്ക് പൊളിറ്റിക്കൽ കണക്ഷൻ കാണും, ഒഫീഷ്യൽ കണക്ഷൻ കാണും, ഈ ഭരിക്കുന്നവരുമായിട്ട് ബന്ധമുണ്ടാകും. അതായത് വീണ്ടും പറയുന്നു ഹൈലി കറപ്റ്റഡ് ആണ്. ഈ വണ്ടികളൊക്കെ ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞ് ഇവിടെ കേരളം വരെ വരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്വാധീനമുള്ളവരാണ്. അതേപോലെ ഇന്ത്യ അത് മുഴുവൻ അതിൻ്റെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ, അതിൻ്റെ എൻട്രിയും പരിപാടികളൊക്കെ ഓരോ സ്റ്റേറ്റുകളിൽ നിന്ന് പോകുന്നുള്ളൂ. അതിനകത്ത് എങ്ങനെയാണ് ഡാറ്റ തിരുത്തുന്നത്? അതായത് മനസ്സിലാക്കുക, ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസും ഭരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്തും സംഭവിക്കുക. അതാണ് ഈ ഓഫീസറിന്റെ ഈ പത്രസമ്മേളനം സഡൻ സ്വിച്ചിട്ട് നിർത്തിയതും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നൊരു പാഠമാണ്. നമ്മൾ എന്താണ് മോദി ഗവൺമെന്റിനെ പറ്റി വിചാരിച്ചതും എന്താണ് ഗ്രൗണ്ട് നമ്മുടെ മുമ്പിലാണ് ഇത് നടന്നത്. എന്തോ ആർക്കും സംസാരിക്കാനില്ല, ഇതിനെപ്പറ്റി പറയാനില്ലേ? ആരാണിത് ചെയ്തത്? തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ടാക്സ് കൊള്ളയാ നടത്തിയിരിക്കുന്നത്. ഇതെല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട് ഇതിന്റെ വിഹിതം എല്ലാവർക്കും പോയിട്ടുണ്ട്. അതൊക്കെയാണ് കാരണം. അവരെല്ലാം ഹൈലി ഇൻഫ്ലുവൻഷ്യലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആരെയും സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. അതിൻ്റെ തെളിവുകളല്ലേ? എവിടെയാണ് മോദി ഗവൺമെന്റ് പറഞ്ഞ സീറോ ടോളറൻസ് കറപ്ഷൻ? എവിടെയാണ് പറഞ്ഞ സീറോ ടോളറൻസ് നെപ്പോട്ടിസം? എവിടെയാണ് പറഞ്ഞത് ഒരു കാരണവശാലും ആർക്കും അവിഹിതമായിട്ടൊന്നും ചെയ്തു കൊടുക്കത്തില്ല? എല്ലാം അവിഹിതമല്ല. പണമുള്ളവൻ അവൻ്റെ രീതിയിൽ അവനെല്ലാം ചെയ്യും. അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാരെ യൂസ് ചെയ്യും. അതിനകത്ത് ആളാകാൻ വന്നു കുറച്ച് സംഭവങ്ങളൊക്കെ, കാരണം അങ്ങനെയാണ് റെയ്ഡ് നടക്കുന്നത്. അപ്പം ഇതൊക്കെ ചെയ്ത് യഥാർത്ഥ
കാര്യങ്ങൾ ജനങ്ങളെ, അതായത് അതിനു വേണ്ടിയാണ് പത്രസമ്മേളനം വിളിച്ചത്. അല്ലെങ്കിൽ എന്താ, ടെക്സ്റ്റായിട്ടൊരു മെസ്സേജ് കൊടുക്കുക, അവർ പത്രക്കുറിപ്പ് കൊടുക്കത്തേ ഉള്ളൂ. ഇത് കൂടുതൽ കാര്യങ്ങളുണ്ട് പറയാൻ. അതിൻ്റെ പേരിലാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അവിടെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാകേണ്ടത്, നമ്മൾ ജീവിക്കുന്ന സിസ്റ്റം ഈ പറയുന്ന കറപ്ഷനിൽ ഹൈലി ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഇത്രയും സീനിയറായ ഒരു ഓഫീസർ ഈ പറയുന്ന പെട്ടെന്നൊരു ഫോൺ വരിക, നമ്മുടെ മുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക ലൈവിൽ, പെട്ടെന്ന് പത്രസമ്മേളനം നിർത്തുന്നു. ഇതിൻ്റെ അർത്ഥം എന്തുവാ? അത് അൺഹോളി നക്സസ് എന്ന് പറയുന്നത് വളരെ വിസിബിളായിട്ടു. ഇത് ഇവിടെ എന്ത് കാണിച്ചാലും ഒരു വിഭാഗത്തെ തൊടാൻ പറ്റത്തില്ല. അവർ ഹൈലി ഇൻഫ്ലുവൻഷ്യലാണ്, അവർക്ക് ബ്യൂറോക്രാറ്റിക്കോ സാമ്പത്തികമോ എല്ലാം കൊണ്ട് അവരെന്ത് വൃത്തികേടും കാണിക്കും. ഒരു സാധാരണ ഒരു പാവം പിടിച്ചവനെ വല്ലതും തൊട്ട് കഴിഞ്ഞ് അവനെ ടാക്സ് കെട്ടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം അവൻ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തില്ല, അവൻ്റെ ലൈഫ് മുഴുവനും കോഞ്ഞാട്ടയാകും. ഇതെന്ത് തെറ്റ് കാണിച്ചാലും ടാക്സ് വെട്ടിച്ചാലും എന്തൊക്കെ നടത്തിയാലും അവർക്ക് മുകളിലൊരു ഗോഡ് ഫാദർ ഉണ്ട്, പല ആൾക്കാരുണ്ട്, അവരിങ്ങനെ മത്സരിച്ച് നിൽക്കുക. പിന്നെ എവിടെയാണ് സാധാരണക്കാരന് നീതി കിട്ടുന്നത്? എവിടെയാണ് ജസ്റ്റിസ് കിട്ടുന്നത്? ഇത് മാത്രമാണ് ഞാൻ പറയാം. ഇതൊക്കെ ചുമ്മാതെ ഗിമിക്സും തരികടയും മാത്രമാണ്. ഇവരെ കാണിച്ചിരുന്ന വേണ്ടാത്ത ആൾക്കാർക്കെല്ലാം ED നോട്ടീസ് സുപ്രീം കോടതി പറഞ്ഞു. ഇതേപോലെ സംഭവങ്ങൾ നോക്കുന്നു, ഒരു ഭയപ്പെടുത്തി, ജനങ്ങളെ ഭയപ്പെടുത്തി കാര്യങ്ങൾ നടക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ളവരുടെ കാര്യങ്ങൾ അവർ നടത്തി കൊടുക്കുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്നൊരു ബനാന റിപ്പബ്ലിക്കായി ഈ ഓഫീസറിൻ്റെ പത്രസമ്മേളനവും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഒരു സാധാരണക്കാരന് ഇവിടെ നീതി കിട്ടത്തില്ല. ആ രീതിയിലാണ് ഇന്ത്യയിലോട്ട് മാറ്റിയത്. ഇതിന് അന്ത്യം കുറിക്കേണ്ടത് ഇവിടെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യം. അതേപോലെ ഈ ടാക്സ് വെട്ടി ജീവിക്കുന്നവന്മാരെ പിടിച്ചേ മതിയാവും. സാധാരണക്കാരനൊക്കെ ടാക്സ് കൊടുക്കുന്നുണ്ട്, അവൻ കൊടുത്തില്ല അവൻ ജയിലിൽ പോകും. ഇവർക്ക് ഈ കേസൊക്കെ വളരെ സിമ്പിളായിട്ട് ഒതുങ്ങി അങ്ങ് പോകും. ഇതിനകത്തൊന്നും നടന്നിട്ടില്ല എന്നും പറഞ്ഞ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കൊടുക്കും. ഇതാണ് ഇവിടെ കൊണ്ടായത്. ഇതാണ് മോദി ഗവൺമെൻറ് ഇന്ത്യക്ക് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന. അതാണ് ഈ ഓഫീസറിൻ്റെ പത്രസമ്മേളനം പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ നിന്നതും പിന്നെ അവസാനം ഒരു വൃത്തികെട്ട ചിരിയും കാണിച്ചിട്ട് പോയത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്.